കോട്ടയം മുത്തോലി പഞ്ചായത്തിലെ UD ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി. പഞ്ചായത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ UD ക്ലർക്ക് ബിസ്മിയാണ് കാണാതായത്. രാവിലെ 10:30 വീടിന് അടുത്തു നിന്ന് ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കാണാതായ UD ക്ലർക്ക് ബിസ്മി ഇവർ 3 കുട്ടികളുടെ അമ്മയാണ്. വീട്ടിലെന്തെങ്കിലും പ്രശ്നത്തെ തുടർന്നാണോ വീട് വിട്ട് പോയത്? ഇവരെവിടെ ഉണ്ട് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇവരെവിടെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് യാതൊരു വിവരവും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒന്നാമത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്ത് വിടുന്നുമില്ല. പ്രത്യേകിച്ച് ടോം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 3 കുട്ടികളുടെ അമ്മയാണ്. ഏറ്റവും ഇളയ കുട്ടിക്ക് 2 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 41 വയസ്സാണ് ഈ ബിസ്മിക്കുള്ളത്. എന്തായാലും ഇവർ രാവിലെ കയറിപ്പോകുന്നൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ വീട്ടുകാരത് സ്ഥിരീകരിക്കുന്നില്ല. പഞ്ചായത്ത് അധികൃതരും മറ്റുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ബിസ്മിയാണ് എന്നവർ ബസ്സിൽ കയറിപ്പോകുന്നതായുള്ള ഒരു CCTV ആണ് പുറത്തു വരുന്നത്. എന്തായാലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ഇതിൽ നിന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ ബിസ്മി പോകുന്നു. അതിനുശേഷം വൈകിട്ടും തിരിച്ചു കാണാതെ വന്നതോടെയാണ് ഭർത്താവ് പഞ്ചായത്തിൽ അന്വേഷിച്ചു വരുന്നത്. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പഞ്ചായത്തിൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് അവിടെ എത്തിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് കേസ് അന്വേഷിച്ചു വരുന്നു. എവിടെയാണ് ബിസ്മി എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വൈകാതെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CCTVകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ടോം, തീർച്ചയായും ഇവർ തനിയെ പോകാനുള്ള സാധ്യത തന്നെയായിരിക്കാം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ശ്രീജിത്തിനെ ഭർത്താവുമായി അതല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും പതിവായി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടോ? ഇതിനു മുൻപ് പോലീസിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനമോ മറ്റോ പരാതിയുമായി ഈ യുവതി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇവരെ കാണാനില്ല എന്ന പരാതിയിൽ കുടുംബത്തിന്റെ സംശയം എന്താണ് ശ്രീജിത്ത്? കുടുംബത്തിന്റെ സംശയം അവർ പൂർണ്ണമായും തുറന്നു പറയുന്നില്ല ടോം. അതാണ് ഒരു പ്രധാനപ്പെട്ടത്. കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് കുടുംബം പ്രകടിപ്പിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ ഗാർഹിക പീഡന പരാതി എന്തെങ്കിലും വന്നതായുള്ള വിവരം പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും പക്ഷേ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും ഒരുപക്ഷെ മാറി നിൽക്കുന്നതായിരിക്കാം എന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും പോലീസ് പലതരത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫോൺ നമ്പർ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള സൈബർ സെൽ ലൊക്കേഷനൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടത്തി വരുന്നുണ്ട്. എന്തായാലും എവിടെ ആണ് ബിസ്മി എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വരുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. യുവതിയെ കോട്ടയത്ത് നിന്ന് കാണാതായ യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. ഇവർ ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഭർത്താവുമായി ചെറിയ രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്.